നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടോ? ഗുഡ് മോർണിംഗ്. ആരാണത്? പഠിക്കാൻ തുടങ്ങി നിങ്ങളൊക്കെ? സീരീസ് അല്ലേ ഇപ്പൊ നാളെ മുതല്? എന്താണ് എക്സാം നാളെ ഷഹീൻ? മാത്സ് അല്ലേ? പഠിച്ചോ? തുടങ്ങിയോ? ഏകദേശം. ഫിസിക്സ് നൈറ്റ് തുടങ്ങും. എടാ മാത്സ് ആണോ രാത്രി ഇരുന്ന് പഠിച്ചിട്ട് നാളെ എക്സാം എഴുതണേ? നല്ല ആൾക്കാരാണ് കേട്ടോ. അടിപൊളി. നമ്മുടെ പ്രോഗ്രാമിംഗ് പേപ്പർ എന്തായി? തുറന്നു നോക്കിയോ? സി പ്രോഗ്രാം എടുത്തോ? സി പ്രോഗ്രാമിംഗ് തുറന്നു നോക്കിയോ? എന്താ അവസ്ഥ? അത് നാളെ. ആഹാ, നല്ല പിള്ളേര്. ശരി, എല്ലാരോടും വേഗം ജോയിൻ ചെയ്യാൻ പറ. നമുക്ക് നമ്മുടെ അടുത്ത അവർ ഞാനല്ല കേട്ടോ എടുക്കണേ. അടുത്ത അവർ നിങ്ങൾക്ക് മെക്കാനിക്സ് ആണ് കേട്ടോ. സീന മിസ് ആയിരിക്കും എടുക്കണുണ്ടാവുക. അപ്പോ ഇതിപ്പോ നമ്മുടെ ലാസ്റ്റ് അവർ അല്ലേ. അപ്പൊ ഞാൻ ഓർത്തു ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മുടെ ടോപ്പിക്സ് ഒക്കെ ഒന്ന് വേഗം പറഞ്ഞു പോവാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് എല്ലാ ടോപ്പിക്സും പെട്ടെന്നൊന്ന് ഓടിച്ചു പോവാം. ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്. ഓക്കെ, നമുക്കൊരു 11:50 തുടങ്ങാം. വേഗം ജോയിൻ ചെയ്യാൻ പറഞ്ഞ അവരോടൊക്കെ പെട്ടെന്ന് വരാൻ പറ. ഓക്കെ. എടാ ഇപ്പൊ കേറാത്ത ആൾക്കാരുടെ പേരൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഇപ്പൊ ജോയിൻ ചെയ്യാത്തത്. നിങ്ങൾ പറഞ്ഞത് ഞാൻ എഴുതാട്ടോ. അക്ഷയ് കെ, അനിരുദ്ധ്. ശരി, ഓക്കെ. 2. പിന്നെ 2 പേരായി. ഇനി ഫായിസ്. സാദിക്ക് കേറിയിട്ടുണ്ടാ? വിശാൽ കൃഷ്ണ. ഓക്കെ, വിശാൽ കൃഷ്ണ. പിന്നെ ഭവ്യ, ബിനിത, ഇമാനുവൽ, ഹരികൃഷ്ണൻ, ജുനീദ്, കിരൺ കിഷോർ, ഫർഷാൻ, ശിവജ്യോതിഷ്. ഓക്കെ, എഴുതി. ശിവജ്യോതിഷ് നോട്ട് ചെയ്തു. പിന്നെ നിയാസ് അല്ലെ? നിയാസ്. പ്രണവ് ഈ ക്ലാസ്സിലുണ്ടോ? പ്രണവില്ലേ? ശരി, ഓക്കെ ഓക്കെ. റണ, റിജിൻ, റോഹൻ, രാഹുൽ എന്നെ അല്ലെ? രാഹുൽ എന്നെ.
ഓക്കെ. ഓക്കെ, ഞാൻ ആബ്സെന്റീസ് ഒന്ന് പറയാം. അക്ഷയ്, അനിരുദ്ധ്, ഫായസ്, വിശാൽ, ഫർഷാൻ, ശിവജ്യോതിഷ്, നിയാസ്, രാഹുൽ എന്നെ, ഇത്രയും പേര് അല്ലേ? ഓക്കെ, ശരി കേട്ടോ. അപ്പൊ ഞാന് നമ്മുടെ വിശാല് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി നമുക്ക് സമയം കളയാണ്ട് നമുക്ക് വേഗം റിവിഷനിലോട്ട് പോവാം. അനിരുദ്ധ് എന്ത് എക്സാം അറ്റൻഡ് ചെയ്യാനാ? ആ, ശരി, ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യാം. ശരി, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 1. ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? സിയാദ് ഐ ക്യാമ്പസ് എല്ലാം കയറിയേ. ശരി, ശരി, ഓക്കെ, ശരി, ഓക്കെ, ഫൈൻ. അപ്പോ നോട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നോ? ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇത്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം ബേസിക്സ് പഠിച്ചു. ദെൻ നമ്മൾ മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട്, 2 സോഫ്റ്റ്വെയർസ്, അത് കഴിഞ്ഞ കമ്പൈലർ, ഇന്റർപ്രറ്റർ, ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ വേഗം നോക്കാം. നിയാസ് പ്രസന്റ് അല്ലേ? ശരിയടാ, ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഈ ഒരു ഡയഗ്രാം പഠിച്ചു, ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇൻപുട്ട് നോക്കി, ലൈക്ക് എന്തൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ആണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ അറിയണ കാര്യങ്ങളല്ലേ? ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ CPU-നെ കുറിച്ച് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ്, ലൈക്ക് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. പ്രിന്റർ, CPU, ഫ്ലൂട്ടർ, അങ്ങനെയുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ നോക്കി വെക്കുക. അത് കഴിഞ്ഞാൽ മെമ്മറി ഇസ് വെരി ഇമ്പോർട്ടന്റ് ട്ടോ. മെമ്മറി എന്നുള്ള ടോപ്പിക് നല്ല ഇമ്പോർട്ടന്റ് ആണ്. 2 മെമ്മറി, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇപ്പൊ മെമ്മറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം ഇസ് മസ്റ്റ്. ഡയഗ്രാം എന്തായാലും വരയ്ക്കണം. പ്രൈമറി മെമ്മറി, 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇതിനകത്ത് വി ഹാവ് റാം, വി ഹാവ് റോം. ഇതിനകത്ത് സീരിയൽ ആക്സസ് ഉണ്ട്, സെമി റാൻഡം ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിച്ച് ഇസ് വോളറ്റൈൽ ആൻഡ് വിച്ച് ഇസ് നോൺ വോളറ്റൈൽ? ഇവര് രണ്ടുപേരിൽ ഏതാണ് വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ? പറഞ്ഞു നോക്കട്ടെ, വിച്ച് ഇസ് വോളറ്റൈൽ ആൻഡ് വിച്ച് ഇസ് നോൺ വോളറ്റൈൽ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഓർമ്മയില്ലേ? പ്രൈമറി ഇസ് വോളറ്റൈൽ. ഓക്കെ, ശരി. ആൻഡ് സെക്കൻഡറി ഇസ് നോൺ വോളറ്റൈൽ. അപ്പൊ നോക്കുകയാണെങ്കിൽ റാം പറയണത് വോളറ്റൈൽ മെമ്മറി ആണ്. ആൻഡ് യെസ്, റാം ഇസ് വോളറ്റൈൽ ആൻഡ് റോം ഇസ് നോൺ വോളറ്റൈൽ. ഇതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. അത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ നോക്കിയത് പ്രൈമറി മെമ്മറിയിലെ 2 ടൈപ്സ്, മാഗ്നറ്റിക്, സെമി കണ്ടക്ടർ, അതൊക്കെ നോക്കി. ദെൻ റാം, റോം, അതിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ കുറെ ടൈപ്പ് ഓഫ് റോം പഠിച്ചു. പ്രോം പഠിച്ചു, ദെൻ EPROM പഠിച്ചു, ദെൻ EEPROM പഠിച്ചു. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് EPROM? ഇതിന്റെ ഫുൾ ഫോം എന്താ? ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് EPROM? ഓർമ്മയുണ്ടോ? EPROM, erasable erasable programmable read only memory is the full form of EPROM, right? അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നോക്കിയത് സെക്കൻഡറി മെമ്മറി. ഇതിനകത്താണ് നമ്മൾ നോക്കിയ ഫ്ലോപ്പി ഡിസ്ക്, ദെൻ അത് കഴിഞ്ഞ നമ്മൾ പഠിച്ച ഹാർഡ് ഡിസ്ക്, ദെൻ അത് കഴിഞ്ഞ CD-ROM, അത് കഴിഞ്ഞ അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ദെൻ മാഗ്നറ്റിക് ടേപ്പ്, ദെൻ അത് കഴിഞ്ഞാല് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കിയത്. സോ ഓൾ ദീസ് ആർ കമ്മിങ് അണ്ടർ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്.
അപ്പൊ അത് കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് വി ഹാവ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, അത് കഴിഞ്ഞാല് നമ്മൾ പിന്നെ നോക്കി ലൈക്ക് എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, അതിന്റെ ഒരു എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു എക്സാമ്പിൾ ഒക്കെ ആയിട്ട് പറയാം. അത് കഴിഞ്ഞ് ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ അത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മള്. അത് കഴിഞ്ഞാൽ വാട്ട് ഇസ് കമ്പൈലർ എന്ന് പഠിച്ചു. കമ്പൈലർ എന്തിനാന്നൊക്കെ ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ദെൻ അത് കഴിഞ്ഞ വാട്ട് ഇസ് ഇന്റർപ്രറ്റർ എന്ന് പഠിച്ചു. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്യാന്നൊക്കെ അറിയാലോ. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ ടു ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ആക്കാനാണ്. ദെൻ കമ്പൈലറും അതുപോലെ തന്നെ. അത് കഴിഞ്ഞ് ഹൈ ലെവൽ ലാംഗ്വേജസ്. അപ്പം ഈ ഒരു ഡയഗ്രാം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഏറ്റവും ആദ്യം ഹാർഡ്വെയർ, ദെൻ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, പിന്നെയാണ് ഈ ലാംഗ്വേജ് ഒക്കെ വന്നത്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന CPP എല്ലാം ഹൈ ലെവൽ ആണ്. അപ്പൊ ആ കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞാൽ ഡിഫറൻസ് ഒന്ന് നോക്കി വെക്കുക. വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും എഴുതാം. ഓൾ ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ബോർഡ്, മൗസ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇതൊക്കെ ബേസിക്സ് ആണ് കേട്ടോ. അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇമ്പോർട്ടൻസ് അങ്ങനെ പഠിക്കാൻ നിൽക്കേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അൽഗോരിതം. അൽഗോരിതം ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പം ആദ്യം അൽഗോരിതത്തിന്റെ ഡെഫിനിഷൻ നീറ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. എന്താണ് അൽഗോരിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ എ മാനർ ദാറ്റ് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ദി പ്രോപ്പർ റിസൾട്ട്. ഓക്കെ, അങ്ങനെ അൽഗോരിതം എന്താണെന്ന് പഠിക്കുക. അത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കുക. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം. അത് കഴിഞ്ഞ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് യു ക്യാൻ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് അൽഗോരിതം. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് ആ ഒരു അൽഗോരിതം പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞാല് ദെൻ അടുത്ത ഇമ്പോർട്ടന്റ്, പിന്നെ നമുക്ക് 3 ടൈപ്പ് ഓഫ് അൽഗോരിതം ഉണ്ടല്ലോ. നമുക്ക് എന്യൂമറേഷൻ അൽഗോരിതം ഉണ്ട്, ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ അൽഗോരിതം ഉണ്ട്, ഐറ്ററേഷൻ ഉണ്ട്. എന്യൂമറേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കുന്ന അൽഗോരിതം ആണ് എന്യൂമറേഷൻ. ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട്. ഐറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം തന്നെ കുറെ ടൈം നമ്മൾ വി ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, എന്നാലായിരിക്കും നമുക്ക് വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട്. സോ ദാറ്റ് ഈസ് ഐറ്ററേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അൽഗോരിതത്തിൽ വരിക. അത് കഴിഞ്ഞ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട്. എന്നിട്ട് അതിലുള്ള സിമ്പിൾസും കാര്യങ്ങളൊക്കെ പറയാം. ദാറ്റ് ഈസ് ടെർമിനൽ. ഈ 6 പേരുകൾ ഓർത്തു വെക്കണം. ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ് ആൻഡ് എൻഡിങ് ആണ്. ലൈക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഇങ്ങനെ റൗണ്ടഡ് റെക്ടാംഗിൾസിലാണ് നമ്മൾ എഴുതുക. ഓൾ ദി ഇൻപുട്ട് ആൻഡ് ഓൾ ദി ഔട്ട്പുട്ട്സ് വിൽ യൂസ് പാരലലോഗ്രാം അല്ലെ. പാരലലോഗ്രാം ആണ് യൂസ് ചെയ്യുക. ആൻഡ് എല്ലാ പ്രോസസ്സും, അതായത് ഇപ്പം A+B എന്ന് എഴുതുന്ന പ്രോസസ്സോ അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും എവറിത്തിങ് വിൽ റൈറ്റ് ഇറ്റ് ഇൻ എ റെക്ടാംഗിൾ. ഇനി എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ദിസ് ഡയമണ്ട് ഷേപ്ഡ് റോംബസ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ കൺട്രോൾ ഫ്ലോ. അങ്ങനെ ഈ കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഇതൊക്കെയാണ് മറ്റേ ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. അത് കഴിഞ്ഞ് പിന്നെ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. വലിയ കാര്യമായിട്ട് 2-3 ലൈൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ഇതിൽ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇതിൽ വലിയ പ്രശ്നമില്ലല്ലോ? നമുക്ക് സെക്കൻഡ് യൂണിറ്റ് നോക്കിയാലോ? വലിയ കുഴപ്പമില്ലല്ലോ? മെമ്മറി കാര്യങ്ങള് ഇത് എഴുതാൻ പറ്റും തോന്നുന്നു അല്ലേ? ആരെങ്കിലും റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ. കുഴപ്പമില്ലല്ലോ അല്ലെ? ഫസ്റ്റ് യൂണിറ്റ് കുഴപ്പമില്ലല്ലോ. ശരി, അപ്പൊ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് നോക്കാം. ഞാൻ എടുക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ.
ഓക്കെ, ഇത് കാണാൻ പറ്റുന്നല്ലോ മൊഡ്യൂൾ 2. അപ്പം മൊഡ്യൂൾ 2ലാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ സി പ്രോഗ്രാമിന്റെ ബേസിക്സും പഠിച്ചു തുടങ്ങിയത്. സോ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ബേസിക് സ്ട്രക്ചർ പഠിച്ചു, ദെൻ ക്യാരക്ടർ, ടോക്കൺ, അങ്ങനെ അങ്ങനെ പോയി, ദെൻ ഓൾ ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, അത് കഴിഞ്ഞ് ഓപ്പറേറ്റേഴ്സ്, കുറെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു, ദെൻ അത് കഴിഞ്ഞിട്ട് കൺട്രോൾ ഫ്ലോ, അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ. സോ ഇതാണ് നമുക്ക് മൊഡ്യൂൾ 2 നോക്കാനുള്ളത്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതാണെന്നറിയോ? ഈ ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിംഗ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആദ്യം ഡോക്യുമെന്റേഷൻ, അത് കഴിഞ്ഞ് ഹെഡർ ഫയൽ സെക്ഷൻ, അത് കഴിഞ്ഞ് ഡിക്ലറേഷൻ, അങ്ങനെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം പഠിച്ചിരിക്കണം. അതെ, നമ്മളിങ്ങനെ ഡോക്യുമെന്റേഷൻ, ഇവിടെയാണ് കമന്റ്സ് എഴുതുക, ദെൻ ഡെഫിനിഷൻ കൊടുക്കുക, ഗ്ലോബൽ, അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് എഴുതാം. ഒരു ചെറിയൊരു എക്സാമ്പിളും കൊടുത്തിട്ട് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, ക്യാരക്ടറിന് അതൊക്കെ അറിയുന്നുണ്ടാവും. സി ടോക്കൺസ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നമുക്ക് 6 ടൈപ്സ് ഓഫ് ടോക്കൺസ് ഉണ്ട്. ഇതിൽ കീവേഡ് എന്താന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ. വാട്ട് ഇസ് എ കീവേഡ്? ഓർക്കണുണ്ടോ പഠിച്ചത്? കീവേഡ് എന്താണ്? ടോക്കൺ എന്താണ്? വാട്ട് ഇസ് എ കീവേഡ്? ഇൻബിൽറ്റ്, യെസ്, വെരി ഗുഡ്. ഇൻബിൽറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാം പറയാം. നമ്മുടെ ഈഫ്, എൽസ്, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിന്റ് എഫ്, സ്കാൻ എഫ്, എവറിത്തിങ് വിൽ കമ്മിങ് അണ്ടർ ദിസ് കീവേഡ്. അപ്പൊ കീവേഡ് ഇങ്ങനെയാണെങ്കിൽ ഐഡന്റിഫയർ എന്തായിരിക്കും? ഒന്ന് ഇൻബിൽറ്റ് ആണെങ്കിൽ മറ്റത് എന്തായിരിക്കും? വേഗം വേഗം ആൻസർ പറഞ്ഞ എല്ലാരും. അപ്പൊ ഐഡന്റിഫയർ എന്തായിരിക്കും? യൂസർ ഡിഫൈൻഡ് വേർഡ്സ്, വെരി ഗുഡ്. അപ്പം ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദി യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആർ ഐഡന്റിഫയേഴ്സ്. നമ്മൾ പേര് കൊടുക്കുന്ന, ഇപ്പം സം എന്ന് പേര് കൊടുക്കും, അല്ലെങ്കിൽ ഇന്റ് എ എന്ന് കൊടുക്കും. ദിസ് എവറിത്തിങ് ഈസ് യൂസർ ഡിഫൈൻഡ്. അത് കഴിഞ്ഞ് കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് വിൽ ബി ഓൾവേസ് റിമെയിൻസ് ആസ് കോൺസ്റ്റന്റ് അണ്ടിൽ ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് എ കോൺസ്റ്റന്റ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? കുറെ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് വി ഹാവ് ലേൺഡ്. എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 8 ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓർക്കുണ്ടോ? അരിത്തമാറ്റിക്, യെസ്, ഓരോന്നായിട്ട് പറ്റും. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അരിത്തമാറ്റിക്, യെസ്. പിന്നെ എല്ലാരും പറഞ്ഞേ, വേഗം പറഞ്ഞേ. റിലേഷൻഷിപ്പ് അല്ലടാ, റിലേഷണൽ ഓപ്പറേറ്റർ കേട്ടോ, റിലേഷണൽ ഓപ്പറേറ്റർ. പിന്നെ നെക്സ്റ്റ് ഇനിയുണ്ട്, ഇനിയൊരു ഫോർ ഉണ്ട്. ബിറ്റ് വൈസ്, യെസ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കീവേഡ് പറഞ്ഞു, ഐഡന്റിഫയർ പറഞ്ഞു, കോൺസ്റ്റൻസ് നമ്മൾ നോക്കി, ദെൻ അതിന്റെ ഉള്ളിൽ തന്നെയാണ് വേരിയബിൾ എന്താണ്, ദെൻ ഡേറ്റ ടൈപ്സ്. ഡേറ്റ ടൈപ്സിൽ നമ്മുടെ ക്യാരക്ടർ, ഇൻജർ, ഫ്ലോട്ട്, അതൊക്കെ പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പറേറ്റേഴ്സിൽ വരാം. ഓപ്പറേറ്റേഴ്സ്, യെസ്, ഓപ്പറേറ്റേഴ്സിലാണ് നമുക്ക് ആദ്യം അരിത്തമാറ്റിക് ഓപ്പറേഷൻ. അരിത്തമാറ്റിക് ഇതിനകത്ത് വരുന്നത് നമ്മുടെ പ്ലസ്, മൈനസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അരിത്തമാറ്റിക്കിനകത്ത് വരുന്നുണ്ട്. ദിസ് ഇസ് അരിത്തമാറ്റിക്. അപ്പൊ നിങ്ങൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് എന്താണ്, ജസ്റ്റ് ഇങ്ങനെ ഓരോ എക്സാമ്പിൾ അങ്ങനെ മതി. അത്ര എഴുതാനേ സമയം ഉണ്ടാവുള്ളൂ. പ്രോഗ്രാം ഒന്നും എഴുതാൻ ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല. അരിത്തമാറ്റിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. അസൈൻമെന്റിലാണ് നമ്മുടെ ഈക്വൽ ടു, അതിന്റെ ഷോർട്ട് ഫോം പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, അതൊക്കെ വരുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് ദാറ്റ് ഇസ് ദിസ്. അസൈൻമെന്റ് കഴിഞ്ഞാൽ we have relational operators, greater than, less than, greater than equal to, less than equal to, double equal to, not equal to. ഇത്രയും കാര്യങ്ങൾ വരുന്നത് it is coming under this relational operators. Logical ആകുമ്പോൾ logical and, logical or, logical not, ഇത്രയും കാര്യങ്ങൾ it is logical. അത് കഴിഞ്ഞ് we have bit level operations, അതായത് സീറോസും വൺസും വെച്ചിട്ടുള്ള ഓപ്പറേഷൻ. we use all the bits by and, or, not, XOR, left shift, right shift, ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. And then we have a conditional operator, അല്ലെങ്കിൽ it is also known as a ternary operator. ഓർമ്മയുണ്ടോ? ഇങ്ങനെ question mark and colon is known as this conditional operators. ഈ സിൻടാക്സും ഒരു എക്സാമ്പിളും is very important കേട്ടോ. സിൻടാക്സും ഓപ്പറേറ്റർ is very important. ആ കാര്യം നോക്കി വെക്കുക. Then all the increments and decrement operators, this plus plus and നമ്മുടെ മൈനസ് മൈനസ്. ഈ പ്ലസ് പ്ലസിലും മൈനസ് മൈനസിലും നമുക്ക് വേറെ രണ്ട് ആൾക്കാരുണ്ടായിരുന്നല്ലോ, പ്രിഫിക്സും പോസ്റ്റ് ഫിക്സും. അത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം എ പ്ലസ് പ്ലസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഓർമ്മയുണ്ടോ?
How will be a plus plus? A plus plus ആണെങ്കിൽ നമ്മൾ ആദ്യം എന്റെ വാല്യൂ എഴുതും ആൻഡ് ദെൻ വി വിൽ ഇൻക്രിമെന്റ്. ഓക്കെ, അതേസമയം യൂസ് ദെൻ ചേഞ്ച് അത് തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് ചേഞ്ച് ദെൻ യൂസ് കൺസെപ്റ്റ്, വിച്ച് മീൻസ് എയുടെ വാല്യൂ നമ്മൾ ആദ്യം ഇൻക്രിമെന്റ് ചെയ്യും ആൻഡ് ദെൻ വി വിൽ യൂസ് ദ വാല്യൂ ഓഫ് എ. സോ ദിസ് ഇസ് ഹൗ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്. ഇതിന്റെ കുഞ്ഞ് പ്രോഗ്രാമോ അങ്ങനെ കുഞ്ഞു കോഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ അത് ആദ്യം ഒരു എക്ക് ഒരു വാല്യൂ കൊടുക്കുക, പ്ലസ് പ്ലസ് ചെയ്തിട്ട് ഇതായിരിക്കും വാല്യൂ, മൈനസ് മൈനസ് ചെയ്തിട്ട് ഇതായിരിക്കും വാല്യൂ. അങ്ങനെ ഒരു കുഞ്ഞു പ്രോഗ്രാം എഴുതാം. ദാറ്റ്സ് ഇനഫ്. അത് കഴിഞ്ഞാൽ ഓൾ ദി സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ലൈക്ക് നമ്മൾ പഠിച്ച ആംപർസൻഡ്, അഡ്രസ് ഓപ്പറേറ്റർ, ദെൻ സ്റ്റാർ, പോയിന്റർ, കോമ, സൈസ് ഓഫ്, ഇതൊക്കെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. സോ ഓൾ ദീസ് ആർ സ്പെഷ്യൽ ഓപ്പറേറ്റർ. ഇനി ഇവർക്കൊരു സെറ്റ് ഓഫ് പ്രയോറിറ്റീസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ആദ്യം വരുന്ന ആൾക്കാർ, ലൈക്ക് ഇവരൊക്കെയാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ബ്രാക്കറ്റ് നമ്മൾ ബോർഡ് മാസ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാക്കറ്റിനാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്, അതും കഴിഞ്ഞിട്ടാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അങ്ങനെയാണ് ഇതിന്റെ ഓരോ ഇത് ഓർത്തിരുന്നാൽ മതി, ബൈ ഹാർട്ട് പഠിക്കണം എന്നൊന്നുമില്ല. സോ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇതിന്റെ മേലെയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിലാണ് ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിൽ ഏതൊക്കെയാണ്? നമ്മുടെ പ്രിന്റ്എഫും നമ്മുടെ സ്കാൻഎഫ്. സോ പ്രിന്റ്എഫ് ആൻഡ് സ്കാൻഎഫ് ആണ് വരിക. അപ്പൊ ഇതിന്റെ സിന്റാക്സ് പഠിച്ചു വെക്കുക ആൻഡ് എന്താണ് യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പം കാണിച്ചു തരാണ്. ഇതാ പ്രിന്റ്എഫ് എന്താണ്, അതിന്റെ സിന്റാക്സ് പഠിക്കുക, അതിൽ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാന്ന് പഠിച്ചു വെക്കുക. ദാറ്റ്സ് ഇനഫ്. അത് കഴിഞ്ഞ് അതേപോലെ സ്കാൻഎഫ് എന്താന്ന് പഠിക്കുക, അതിന്റെ സിന്റാക്സ് പഠിക്കുക. ഇതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ, അതൊന്നും തെറ്റിക്കരുത്. സ്കാൻഎഫിലാണ് നമ്മൾ ആംപർസൻഡ് യൂസ് ചെയ്യുക. ലൈക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നാൽ മതി. ഇതൊക്കെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് സ്പേസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ, ഗെറ്റസ്, പുട്ടസ്, അങ്ങനെയുള്ള കുറച്ച്, ഇതും ഒരു ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഹെഡർ ഫയൽസ് എന്താണ്, വാട്ട് ഇസ് എ മെയിൻ പ്രോഗ്രാം, ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം പഠിച്ചത്. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് പ്രോഗ്രാം. ഇത് കാണുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയി തോന്നുന്നില്ലേ? ആകെ ഇത്രയേ ഉള്ളൂ. ഹെഡർ ഫയൽ എഴുതി, മെയിൻ എഴുതി, എ ബി സം എടുത്തു, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, ആക്സെപ്റ്റ് ചെയ്തു, സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്തു, ആൻഡ് വി പ്രിന്റഡ് ദി ഔട്ട്പുട്ട്. സോ ഹൗ ഇസ് ദിസ് പ്രോഗ്രാം? ഇപ്പൊ നോക്കുമ്പോ എങ്ങനെയുണ്ട്? ഭയങ്കര എളുപ്പമായി തോന്നുന്നില്ലേ? അല്ലേ? സിമ്പിൾ ആയി തോന്നുന്നില്ലേ ഇപ്പൊ നിങ്ങൾക്ക്? ലൈക്ക് ഇത്രയും കഴിഞ്ഞ് കാണുമ്പോഴത്തേനും പെട്ടെന്ന് മനസ്സിലാവണില്ലേ? ഓക്കെ. ഞാൻ വിചാരിച്ചു, എനിക്ക് ആദ്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോഴേ ഞാൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ലൈക്ക് ലൈൻ ബൈ ലൈൻ ഇങ്ങനെ പറയും. എനിക്ക് ഇപ്പൊ കാണിച്ചു തരുമ്പോ കുറച്ചിങ്ങനെ എളുപ്പമായി തോന്നി, അതാ ചോദിച്ചത്. ശരി, അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാല് നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം ഇവിടെ പഠിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. യെസ്, ഇവിടെയാണ് അടുത്ത ഇമ്പോർട്ടന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടാ. കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് 4 കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ട്? ലൈക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് സി ലൈബ്രറിയിൽ. ആരൊക്കെയാണെന്നറിയോ? ഡിസിഷൻ മേക്കിംഗ്, യെസ്, ഇഫ് എൽസ് എല്ലാം വരും. നമ്മുടെ ഇഫ് എൽസ്, ദെൻ നമ്മുടെ if else if ladder, നമ്മുടെ nested if, everything will coming under this decision making. സെലക്ഷൻ യൂസ് ചെയ്യുന്നത് ഏതാന്ന് ഓർമ്മയുണ്ടോ? ലൈക്ക് ഇതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സെലക്ഷൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. സ്വിച്ച് ആണ് കേട്ടാ. സ്വിച്ച് ആണ് ഇതിനകത്ത് വരുന്നത്. സോ ദിസ് ഇസ് സ്വിച്ച്. പിന്നെ ഐറ്ററേഷൻ അറിയണ്ടാവുമല്ലോ, നമ്മുടെ 3 ലൂപ്പുകൾ, വിച്ച് ആർ ദി 3 ലൂപ്സ്? യെസ്, ഫോറ്, വൈലല്ലടാ, ഡു വൈല്. 4 കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് മൊത്തമായിട്ട് ചോദിക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഇതിന് ഓരോന്ന് ചോദിച്ചാലും എഴുതാൻ അറിയണം. ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണെങ്കിൽ ഇഫ് എൽസ് അത് മാത്രം, സെലക്ഷൻ ആണെങ്കിൽ സ്വിച്ച് മാത്രം,
ഐട്രേഷൻ ആണെങ്കിൽ 3 ലൂപ്പ്, ജമ്പ് ആണെങ്കിൽ ഇത്രയും. അപ്പൊ ഇതെല്ലാം ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഓരോന്നും ജസ്റ്റ് ഈഫ് എന്താന്ന് പറയാ. എപ്പോഴും നമ്മളൊരു കാര്യം എഴുതുമ്പം ഇങ്ങനെ വേണം എഴുതാൻ. ആദ്യം ഈഫ് ഹെഡിങ് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, ഒരു 2 ലൈൻ എക്സ്പ്ലനേഷൻ എന്താണ് ഈഫ് എൽസ് അത് എഴുതുക. ആൻഡ് റൈറ്റ് ദി സിൻടാക്സ് പ്രോപ്പർലി. ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ബോക്സിന്റെ ഉള്ളിലൊക്കെ എഴുതുകയാണെങ്കിൽ നന്നായിരിക്കും. ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. ആൻഡ് ജസ്റ്റ് ഗിവ് 1 എക്സാമ്പിൾ. ഇങ്ങനെ ഫുൾ പ്രോഗ്രാം ഒന്നും ആയിട്ട് കൊടുക്കണം എന്നില്ല. ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം എഴുതിയാൽ മതി. കോഡ് മാത്രം എഴുതിയാലും ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, അപ്പൊ എപ്പോഴും ഇങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കുക. ഈ ഫെൽസ് ലാഡർ പറയാ, എന്താന്ന് പറയാ, അതിന്റെ സിൻടാക്സ് എഴുതുക, അതിന്റെ ഒരു പ്രോഗ്രാം ഈ ഒരു ഭാഗം മാത്രം എഴുതുക. ദാറ്റ്സ് ഇനഫ്. അങ്ങനെ എഴുതാൻ പഠിക്കണം കേട്ടോ എപ്പോഴും. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്വിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തത് ഓർമ്മയുണ്ട്. അതായത് 1 to 7 ഒരു നമ്പേഴ്സ് എൻ്റർ ചെയ്യുക. 1 ആണെങ്കിൽ സൺഡേ പ്രിന്റ് ചെയ്യും, 2 ആണെങ്കിൽ മൺഡേ പ്രിന്റ് ചെയ്യും. അങ്ങനത്തെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇത്. അപ്പൊ ആ പ്രോഗ്രാം ആണിത്. ഇൻ കേസ് ഇതിലൊന്നും അല്ലെങ്കിൽ ഇപ്പം യൂസർ വല്ല 8 or 9 ഒക്കെ ആണെങ്കിൽ നമ്മളത് ഇൻവാലിഡ് ആണെന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഐട്രേഷൻ, ഈ ലൂപ്പിനെ നമ്മളെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതെന്താന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവര് 2 ലൂപ്പിനെ ഒന്നിച്ചൊരു പേര് പറയും, ഇയാളെ നമ്മൾ തനിച്ചൊരു പേര് പറയും. എന്തെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ഗേറ്റില് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗേറ്റില് മാസ്ക് ചെക്ക് ചെയ്യുന്ന പോലെ. സോ ഇവരെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അതായത് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവരെ ചെക്ക് ചെയ്തിട്ടൊക്കെ കയറ്റുള്ളൂ. വിച്ച് ഇസ് കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ടെസ്റ്റ് ചെയ്യാം. ഇവിടെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഇതിന്റെ സിൻടാക്സും കാര്യങ്ങളും കോഡും പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ 3 ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സോ ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. ബ്രേക്ക് ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കണ്ടിന്യൂ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് അതിന്റെ ബിഗിനിങ്ങിൽ പോയി കണ്ടിന്യൂ ചെയ്യും. ഗോ ടു ആണെങ്കിൽ നമുക്കൊരു ലേബൽ ഇടാം. ഇപ്പൊ ഞാൻ ഇവിടെ ഗോ ടു എ എങ്ങാനും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറെ കഴിഞ്ഞിട്ട് ഇവിടെ ഞാനൊരു എ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ എയിലോട്ട് വരും. വേറെ ഒന്നും സ്റ്റേറ്റ്മെന്റ്സും എക്സിക്യൂട്ട് ചെയ്യില്ല. സോ ദാറ്റ് ഇസ് ഗോ ടു. ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 2. ഇനി മൊഡ്യൂൾ 3 നിങ്ങൾക്ക് 2 ഡയമെൻഷണൽ അറേ വരെ പഠിക്കാനുണ്ട്. ദാറ്റ് ഇസ് 1 ഡയമെൻഷണൽ അറേ ഉണ്ട് ആൻഡ് 2 ഡയമെൻഷണൽ അറേ പഠിക്കാനുണ്ട്. സോ ഇത് ഇത്രയാണ്. ഞാൻ മൊഡ്യൂൾ 3 ഒന്ന് എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ടൈം കഴിയോ? മൊഡ്യൂൾ 3 2 ഡയമെൻഷണൽ അറേ വരെ ഉണ്ട് കേട്ടോ. 2 ഡയമെൻഷണൽ അറേ വരേക്കുണ്ട് പഠിക്കാൻ. ഇപ്പൊ നമ്മുടെ ടൈം കഴിയാറായില്ലേ? 12:20 വരെ. എത്ര മണി വരെ നമുക്ക് ക്ലാസ്? 12:30 വരെ ഉണ്ടോ? 12:20 വരെ ഉണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ശരി ശരി. ഒരു മിനിറ്റ്, ഞാൻ എന്റെ മൊഡ്യൂൾ 3 ഒന്ന് എടുക്കട്ടെ കേട്ടോ.
ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 3 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അറേസ് പഠിക്കാനുണ്ട്. ഇപ്പൊ സീരീസ് എക്സാമിന് അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക, എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുക, 1 ഡയമെൻഷണൽ അറേ അതിന്റെ കുറച്ച് ചെറിയ പ്രോഗ്രാം, 2 ഡയമെൻഷണൽ അറേ അതിന്റെ പ്രോഗ്രാം. സ്ട്രിങ് ഇല്ല കേട്ടോ, ഇത്തവണ ഇല്ല. സ്ട്രിങ് നെക്സ്റ്റ് അടുത്ത സീരീസിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അറേസ് നമ്മൾ ആദ്യം പഠിച്ചപ്പം ലൈക്ക് വാട്ട് ഇസ് എൻ അറേ, എങ്ങനെയാണ് അറേ റെപ്രസെന്റ് ചെയ്യുക, എത്ര ടൈപ്സ് ഓഫ് അറേ ഉണ്ട്. വി ഹാവ് 1 ഡയമെൻഷണൽ ആൻഡ് വി ഹാവ് 2 ഡയമെൻഷണൽ. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ഐറ്റത്തിന്റെ ഒരു കളക്ഷൻ. ഇപ്പൊ ഇന്റിജർ ആണെങ്കിൽ ഇന്റിജർ മാത്രം, അല്ലെങ്കിൽ ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് മാത്രം. അങ്ങനെയാണ് അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറേ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക 0 മുതൽക്കായിരിക്കും. നമ്മൾ ഇങ്ങനെ എഴുതും, അതിന്റെ ഇൻഡെക്സ് either will write താഴെ എഴുതും അല്ലെങ്കിൽ മേലെ എഴുതും, എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പം 0, 1, 2, 3 എന്നാണ് എപ്പോഴും അറേ സ്റ്റാർട്ട് ചെയ്യാം. ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലൈക്ക് ആദ്യം നമ്മൾ ഡേറ്റ ടൈപ്പ് എഴുതും, അറേയുടെ പേര് എന്താണോ അത് എഴുതും, ആൻഡ് വിൽ റൈറ്റ് ദി സൈസ്. അപ്പൊ നമ്മൾ ഇതിൽ കുറെ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്, ലൈക്ക് എങ്ങനെയൊക്കെ ഇനീഷ്യലൈസ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് സൈസ് പറയാണ്ടേ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഇസ് ഒന്ന് സൈസ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം, സൈസ് കൊടുക്കാണ്ടേ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം 5 എന്നുള്ള സൈസ് കൊടുത്തിട്ട് 3 എലമെന്റ്സ് കൊടുക്കാം, ലൈക്ക് അങ്ങനെ. അപ്പൊ ഇങ്ങനെ കുറെ ടൈപ്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്, എന്തൊക്കെയാണ് അരേയുടെ ഡിസഡ്വാൻറ്റേജ്, ദെൻ എങ്ങനെയാണ് അരേനെ നമ്മൾ ആക്സസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഒരു ലൂപ്പ് വെച്ചിട്ട് 1 ഡയമെൻഷണൽ അരേന്റെ പ്രോഗ്രാം ചെയ്തില്ലേ, അതായത് ഇപ്പൊ ഒരു 5 എലമെന്റ്സ് ആഡ് ചെയ്യാൻ, അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ, ആവറേജ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് നോക്കുക. സമ്മും ആവറേജും നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതായത് അരേയുടെ സൈസ് ആദ്യം ചോദിക്കും, അതുവരെയുള്ള നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു ലൂപ്പാണ് അരേയുടെ മെയിൻ. അപ്പൊ ഒരു 1 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ ഒരു ലൂപ്പ്, 2 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ 2 ലൂപ്പ്, മെട്രിക്സ് ഒക്കെ വരുമ്പോഴത്തേനും 2 ലൂപ്പ്. ഇത് I0 മുതൽ N വരെ ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ സം ആദ്യം 0 കൊടുക്കുക, ദെൻ വീണ്ടും ആ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക, ഓരോ എലിമെന്റ്സും ആഡ് ചെയ്ത് പോവുക, ദെൻ ഫൈനലി സമ്മ് കിട്ടും. ആ സമ്മിനെ എത്ര നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് ആവറേജ്. അപ്പൊ ഈ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. പിന്നെ ലാർജസ്റ്റ് എലമെന്റ് ഇൻ ആൻ അരേ, ഒരു അരയിലെ വലിയൊരു എലമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാം. പിന്നെ 2 ഡയമെൻഷണൽ അറേ വിച്ച് മീൻസ് 2 സബ്സ്ക്രിപ്റ്റ് ഉണ്ടാവും. ഇപ്പം എ എന്നാണെങ്കിൽ എന് റോ ഉണ്ടാവും, എന് കോളം ഉണ്ടാവും. ആ കാര്യം പറയാ. ദെൻ അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മെട്രിക്സിൽ റെപ്രസെന്റ് ചെയ്യുക, 0, 0 ലൈക്ക് അങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങള് എങ്ങനെ അത് ഇനീഷ്യലൈസ് ചെയ്യും, ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് 2 സൈസ് കൊടുക്കാം, അല്ലെങ്കിൽ 2 സൈസ് കൊടുക്കാണ്ടേ ചെയ്യാം. ഇങ്ങനെയുള്ള പല ടൈപ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എങ്ങനെയാണ് ലൂപ്പ് വെച്ചിട്ട്, അപ്പൊ 2 ലൂപ്പ് വെച്ചിട്ട് സ്കാൻഎഫും പ്രിന്റ്എഫും രണ്ടും ഒരേ ലൂപ്പാണ് യൂസ് ചെയ്യുക. 1 ഫോർ റോസ് ആൻഡ് 1 ഫോർ കോളം. അപ്പം അത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ആ രണ്ടിന്റെ കാര്യങ്ങള്. അത് കഴിഞ്ഞാൽ നമ്മുടെ ആസ് യൂഷ്വൽ പ്രോഗ്രാം, അഡീഷൻ പ്രോഗ്രാം, മൾട്ടിപ്ലിക്കേഷൻ, ദെൻ പിന്നെ നമ്മൾ ഏതൊക്കെയാ ചെയ്തത്, ട്രാൻസ്പോസ്. പിന്നെ നമ്മൾ ഏതൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മെട്രിക്സ് ട്രാൻസ്പോസ് ചെയ്തു, പിന്നെ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. മെട്രിക്സ് അഡീഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അത് കഴിഞ്ഞാല് പിന്നെ ലീനിയർ സെർച്ച് ഇല്ല, നമുക്ക് 2 ഡയമെൻഷണൽ അറേ വരെയാണ് നമുക്ക് സീരീസ് എക്സാമിന് പറഞ്ഞേക്കണം. അതല്ലേ ഒന്ന് കൺഫേം ചെയ്യട്ടെ, ഞാൻ പറയാട്ടോ. ഓക്കെ, 2 ഡയമെൻഷണൽ അറേ വരെയാണ്. യെസ്, ഇതുവരെയാണ് നമ്മുടെ എക്സാം. സ്ട്രിങ്സ് ഇത്തവണ ഇല്ല. ഫൈൻ. ഇതുവരെ എന്തെങ്കിലും പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചാല് ചോദിക്കുക, പഠിച്ചു തുടങ്ങുക. നമ്മുടെ എക്സാം എപ്പോഴാണ്? ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ ഫോർനൂണറ്റ് അല്ലേ നമ്മുടെ എക്സാം? രാവിലെ അല്ലേ? 13-ാം തീയതി അല്ലേ? അല്ല, 13th അല്ലേ എക്സാം? ഓക്കെ, ശരി. ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? അറ്റ്ലീസ്റ്റ് എന്താ പഠിക്കണ്ടേ, എന്തൊക്കെ ടോപ്പിക്സ് എന്നെങ്കിലും ഓർമ്മ ഉണ്ടായോ? അതോ വെറുതെ സമയം പോയി തോന്നുന്നുണ്ടോ? യൂസ്ഫുൾ ആയോ? ആയിന്ന് വിചാരിക്കണു. ശരി ശരി, ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി ആബ്സെന്റീസ് ഞാൻ വായിക്കുന്ന ആരെങ്കിലും ഇതിൽ പ്രസന്റ് ആണെങ്കിൽ പറയാം, ഇതിലല്ലാത്ത ആരെങ്കിലും ആബ്സെന്റ് ആണെങ്കിലും പറയാം.
അക്ഷയ് കെ ആബ്സെന്റ് ആണ്. അനിരുദ്ധ് 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 ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടാ. അക്ഷയ് കെ ആബ്സെന്റ്, അനിരുദ്ധ് ആബ്സെന്റ്, ഫായിസ് ആബ്സെന്റ് ആണ്, വിശാൽ കൃഷ്ണ, ശിവജ്യോതിഷ്, രാഹുൽ, നജ, ഇത്രയും പേര് ആബ്സെന്റ് ആണ്. ഓക്കെ ഓക്കെ, ഞാൻ ആബ്സെന്റ് ലിസ്റ്റിൽ വായിച്ചതാണ്. ബാക്കി ഇത്രയും പേര് ആബ്സെന്റ് അല്ലേ? 1 2 3 4 5 6 7 റൈറ്റ്. ഇനി ആരും ആബ്സെന്റീസ് ഇല്ലല്ലോ? ബാക്കി എല്ലാരും പ്രസന്റ് അല്ലേ? ഓക്കെ ഫൈൻ. അപ്പം നന്നായിട്ട് പഠിക്കുക. ഓൺലൈൻ എക്സാം ആണ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാതെ ഒന്നും ഇരിക്കരുത്. നിയാസ് പ്രസന്റ് ആണ്. നിയാസിനെ ഞാൻ വായിച്ചിട്ടില്ലല്ലോ. നിയാസിനെ വായിച്ചിട്ടില്ല. നിയാസ് പ്രസന്റ് തന്നെയാ. ഓക്കെ ഓക്കെ, അപ്പൊ പഠിക്കൂ. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ. നന്നായിട്ട് എക്സാംസ് ഒക്കെ എഴുതുക നാളെ മുതൽ. ഓൾ ദി ബെസ്റ്റ്. അടുത്ത അവർ സീന മിസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇനിയിപ്പോ നിങ്ങൾക്ക് എപ്പോഴാ ക്ലാസ്? ഓണം വെക്കേഷൻ കഴിഞ്ഞാ? അല്ല, മൺഡേ ഉണ്ടല്ലോ അല്ലെ? മൺഡേ ട്യൂസ്ഡേ ഉണ്ടാവും. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അല്ലെ? ശരി, ഓക്കെ. അപ്പൊ താങ്ക് യു.